നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ചില മനുഷ്യരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷീ പ്രേക്ഷകരിലെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി ദൈവതുല്യായിരിക്കും. ഒരുപാട് സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദി വൺ ആൻഡ് ഓൺലി ഡോക്ടർ ചിത്രതാര മാം. നമസ്കാരം, വെൽക്കം ടു ദ ഷോ മാം. മാം ആദ്യം ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് മാം വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. എങ്ങനെയാണ് മാം, ഹാപ്പിയാണോ മാം? പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എല്ലാ തിരക്കും, ഹോസ്പിറ്റല്, വീട്, പിന്നെ കൊച്ചുമോള് തിരക്കിലിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ മാം, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? ചെറുപ്പത്തിലെ മാമിന് ഇങ്ങനെ ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല, നമുക്കതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അച്ഛൻ പറയായിരുന്നു അവൾ ഡോക്ടറാവുന്നത്. അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിലൊക്കെ വെച്ചാൽ ഞാൻ NSS സ്കൂളിലാണ് പഠിച്ചപ്പോൾ അവിടെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ചുമ്മാ പറയും അവൾ ഡോക്ടറാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വലിയൊരു ചിന്തിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്നോ എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. അച്ഛൻ പറയുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദർ, എനിക്ക് പ്രീ ഡിഗ്രി ഞാൻ അവധിക്ക് വന്നപ്പം എൻ്റെ ബ്രദർ പറയായിരുന്നു, നീ നല്ലതായിട്ട് പഠിക്കണം, ഇത് സയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പം അതിലാണ് കൂടുതൽ മാർക്ക് മെഡിസിൻ അഡ്മിഷന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോഴത്തെ പോലെ അന്ന് എൻട്രൻസ് അല്ല, നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള ആ ഫൈനൽ എക്സാമിന് സയൻസിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്, അതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ സെലക്ഷൻ വരുന്നത്. അപ്പോഴാണ് എനിക്കൊരു ആ ഒരു ഇതിലേക്ക് എൻ്റെ ഇങ്ങനെയാണല്ലോ അപ്പം എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല അറിയുന്ന ഒരാളെ, എല്ലാ കാര്യത്തിനെ കുറിച്ചും അറിയുന്ന ഒരാളെന്നാണ് എൻ്റെ ഒരു വിചാരം. മാം അപ്പം തൊട്ടിട്ടാണോ ഓക്കെ എന്നാൽ ഡോക്ടർ ആവാമെന്ന്? അപ്പം തൊട്ട് ഇപ്പം മാർക്ക് വാങ്ങിക്കിട്ടുവാണെങ്കിൽ ഡോക്ടർ, അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് അന്ന് കണക്ക് കൂട്ടിയിരുന്നത്. മാർക്ക് കൂടുതൽ വാങ്ങുന്നവർ ഡോക്ടറായിട്ട് അതിൻ്റെ സെലക്ഷൻ കിട്ടുക. അല്ലാതെ ഇപ്പോഴത്തെ പോലെ അങ്ങനെ പുഷപ്പുള്ള അല്ലെ ഇതിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് എനിക്കൊരു ഓർമ്മ വരുന്നില്ല അത്. അപ്പോൾ എങ്ങനെ മാം ഇപ്പോൾ ഡോക്ടറായി, അതും ഈ ഓങ്കോളജി എന്നെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെഡിസിനൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇഷ്ടം. പഠിക്കുമ്പോഴൊക്കെ എൻ്റെ സാർമാരൊക്കെ പറയും എനിക്ക് മെഡിസിനാണ് ഇഷ്ടമെന്നുള്ളത്. പക്ഷേ മാരേജ് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാൻ ഗൈനക്കോളജി എടുത്തത്. എനിക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ആദ്യം എടുത്തത്. അപ്പോൾ ഞാനിതുപോലെ ഗൈനക്കോളജിയിൽ സീനിയർ സർജൻസ് ചെയ്യുമ്പോൾ എന്നോട് പല ഡോക്ടേഴ്സ്, എൻ്റെ സീനിയർ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മെഡിസിനെ ചോദിച്ചിട്ടുണ്ട്, ഇയാൾ എന്തിനാ ഈ വന്ന് ഗൈനക്കോളജി എടുത്ത്, ഇയാൾക്ക് മെഡിസിൻ അല്ലായിരുന്നോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ ഇതെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓങ്കോളജി അല്ലായിരുന്നു, സർജൻ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സർജറി ആകണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാൻ RCCയിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ ഓങ്കോളജി സർജറിയിലേക്ക് പോവുകയും ചെയ്തത്. സർജറി എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ കൂടുതൽ ആഗ്രഹം. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ യൂറോളജിയിൽ ലേഡീസ് ആരും ഇല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് എഴുതാം, ഗൈനക്കോളജി ബേസിക് ഡിഗ്രിയിൽ എഴുതാൻ പറ്റുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഒന്നായിരുന്നു അന്ന് യൂറോളജി. അപ്പോൾ അതിന് പഠിച്ചെഴുതി. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ലേഡി യൂറോളജിസ്റ്റ് മാമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മെയിൽ ഡോമിനേറ്റ് ഒക്കെ ആയി നിൽക്കുന്ന ആ ഒരു സമയത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അച്ചീവ്മെന്റ്? പിന്നെ കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ട് ലേഡീസ് യൂറോളജിയിൽ. ഒരു 10-15 വർഷക്കാലം എനിക്ക് തോന്നുന്നു ആരും ഒരു 3-4 ഇയേഴ്സേ ആയിട്ടുള്ളൂ കേരളത്തിൽ. പിന്നെയും 1-2-3 പേരും കൂടെ വന്നിട്ട്. അപ്പം അന്ന് ഞാൻ RCC വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് യൂറോളജി എഴുതണം എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ RCCയിൽ ഇത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫറൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ കാർസിനോമ, ഈ സർവിക്സ് ഗർഭാശയമുള്ള ക്യാൻസറിന് ഈ സിസ്റ്റോസ്കോപ്പി ചെയ്യണം. സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ബ്ലാഡറിനകത്ത് ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ് സിസ്റ്റോസ്കോപ്പി. അപ്പോൾ അതിനൊക്കെ എപ്പോഴും മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടുകൊണ്ടിരുന്നത്.
അപ്പം ഞാനൊരു സ്കെയിൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് എഴുതി മെഡിക്കൽ കോളേജിലേക്ക്. അപ്പം നമ്മൾ ഒരു ഫോമൽ ഇതാണല്ലോ സർ മാഡം എന്ന് വെക്കുന്നത്, അല്ലാതെ നമ്മളത് പർപ്പസ്ഫുള്ളി അങ്ങനെ എഴുതുന്നതല്ല. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിപ്ലൈയിൽ ദർ ഈസ് നോ മാഡം ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അവരോട് അതിന് മറുപടി എന്നെ ഊഷിയാക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നമുക്ക് വല്ലാത്ത അത് ഒരു ചമ്മൽ തോന്നി ഇങ്ങനെ ഒരു മറുപടി അവർ എഴുതി വിട്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മാഡത്തിനെ അവിടെ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ യൂറോളജി എൻട്രൻസ് എഴുതിയത്, പിന്നെ എൻട്രൻസിന് പഠിച്ചു വന്ന് എഴുതി. അപ്പോൾ മാം ഈ ഡോക്ടേഴ്സ് ആവുമ്പോൾ നമ്മൾ മെൻ്റലി ഇമോഷണലി ഒക്കെ സ്ട്രോങ് ആയിരിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. മാം മെൻ്റലിയും ഇമോഷണലി ഒക്കെ സ്ട്രോങ് ആണ്, നമുക്കതറിയാം. അപ്പോൾ എങ്ങനെയാണ് മാം ഓരോ കേസുകളും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇന്നത്തെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് റിലീവ്ഡ് ആവും. ഇപ്പം ഇന്നത്തെ എന്തെങ്കിലും സർജറി ഉണ്ട്, അതൊരു കോംപ്ലിക്കേഷൻ കൂടാതെ റിലീവ് ആകും. നാളത്തെക്കുറിച്ച് നമുക്ക് അധികം ചിന്തിക്കും, നാളെ എങ്ങനെ ഉണ്ടാവുമോ ഇങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതാവും, അത് കോംപ്ലിക്കേഷനില്ലാതെ കടന്നു പോയല്ലോ ഒന്ന്. പിന്നെ ഇപ്പോൾ ഒത്തിരി വർഷങ്ങളാകുമ്പോൾ നമ്മൾ അതിനോടൊരു യൂസ്ഡ് ആവും. ഇപ്പോൾ ഫസ്റ്റ് സർജറി ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ മെഡിക്കൽ കോളേജിൽ മുതലേ സർജറി ചെയ്യുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് സർജറി എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും സർജറി, ഇപ്പം നമ്മൾക്ക് ആ പോസ്റ്റിങ് സർജറി ഇപ്പം MBBS കഴിഞ്ഞാണേലും ആ പോസ്റ്റിങ് കിട്ടുമ്പോൾ നമുക്ക് സർജറി ചെയ്യണം എന്നൊരു എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹം. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് സർജറി പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ മറ്റ് ജൂനിയർ ഡോക്ടേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഡോക്ടേഴ്സ് അത് നമുക്ക് കുറച്ച് ചെയ്യാൻ തരും. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ വലിയ സർജറിയൊക്കെ ഇപ്പോൾ RCCയിലൊക്കെ തന്നെ വെച്ചാണ് ഞാൻ ഇവിടെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഓങ്കോളജി സർജറിയുടെ ട്രെയിനിങ് ഒക്കെ എടുത്തത്. അപ്പോൾ അവിടെ തിരിച്ചു വന്നപ്പം പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഇത് സീറോ തൊട്ട് വെച്ചാൽ ബേസിക്കായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് RCCയിൽ ഇതിൻ്റെ സർജിക്കൽ ഓങ്കോളജി ഗൈനക്കോളജി സർജറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അറേഞ്ച് ചെയ്യുകയും. ഈവൻ ഞാൻ സിസ്റ്റേഴ്സിനെയും കൊണ്ടാണ് അവിടെ ട്രെയിനിങ്ങിന് പോയത്. അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ട്രെയിനിങ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് അവരെയും കൊണ്ടാണ് ട്രെയിനിങ്ങിന് പോയത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് RCCയിൽ തുടങ്ങിയത്. പിന്നെ അവിടെ നമ്മൾ എല്ലാം പിന്നാണ് ഞാൻ യൂറോളജിക്ക് പോയത്. ഇപ്പം എനിക്കിതിപ്പോൾ RCCയിൽ 1990 ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1997 to 99 ആണ് ഞാൻ MCH ചെയ്യുന്നത് യൂറോളജിയിൽ. അപ്പോൾ എനിക്ക് കുറേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോരായ്മ തോന്നും. എന്ന് വെച്ചാൽ ഈ ക്യാൻസർ എല്ലാം റിലേറ്റഡ് ആയിട്ട് അവിടെ ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ്. ബ്ലാഡർ, ഇത് യൂറിൻ കൊണ്ടുവരുന്ന യൂറിറ്റർ എന്ന് പറയും ആ ട്യൂബിന്. എല്ലാ ഗൈനക്കോളജിസ്റ്റും ഇതിനോട് ഭയങ്കര ഫിയർ ആയിരിക്കും. അതിനകത്ത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുമ്പം നമുക്കൊരു ഇത് വരും. അപ്പം ഞാനിപ്പോൾ റാഡിക്കൽ സർജറി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിനോടൊരു എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എക്സ്പീരിയൻസിനേക്കാളും നല്ലത് ഡിഗ്രി എടുക്കുന്നതാണല്ലോ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാ റാഡിക്കൽ സർജറീസ് ചെയ്യാനും ഈവൻ അവിടെ യൂറോളജിസ്റ്റ് അപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള രീതിയിലാണ്. പിന്നെ കൂടുതൽ നമുക്ക് സർവീസ് കൊടുക്കുക ലേഡീസിന് എപ്പോഴും. വിമൻ ക്യാൻസേഴ്സ് വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഈ ഗൈനക്കോളജിക്കൽ പെൽവിക് ക്യാൻസേഴ്സിന് നമുക്ക് കൂടുതൽ സർവീസ് കൊടുക്കുക, കൂടുതൽ എക്സ്പെർട്ടൈസ് അവർക്ക് കൊടുക്കാൻ പറ്റും. കൂടുതൽ സക്സസ്, എക്സ്പെർട്ടൈസ്, ട്രീറ്റ്മെൻറ്റൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഗൈനക്കോളജിക്കൽ ക്യാൻസർ സർജറി ആരംഭിച്ചു 1993. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ മാം എന്തായാലും ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റും? ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എല്ലാം. പക്ഷേ എല്ലാവരും നമുക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ സർജിക്കൽ ഓങ്കോളജിയിൽ വർക്ക് ചെയ്ത ഡോക്ടേഴ്സ്, എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്ത തോമസ് ചെറിയാൻ സാറെല്ലാം നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനായിട്ട് ട്രെയിനിങ് പോകാനും ഇത് വന്ന് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സായ മറ്റുള്ളവരൊക്കെ ഇതിനു വേണ്ടി നല്ലതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ചലഞ്ചസ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചലഞ്ചസ് അല്ല, എനിക്ക് ഡോക്ടർ ഗംഗാധരനുമായിട്ടുള്ള പ്രശ്നത്തിലായിരുന്നു എനിക്ക് RCCയിൽ കൂടുതൽ പ്രശ്നം. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് കേസുകൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇത് വന്നാൽ, കോംപ്ലിക്കേഷൻ വന്നാൽ നമുക്കതൊരു വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു 3-4 ഇയേഴ്സ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അത് എന്നെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ട്രെസ്സാണ് ഡോക്ടർ എന്നെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ എന്നെ പുറം ലോകം, നമ്മൾ ഈ സർജറി കിടന്ന് തിയേറ്ററിൽ കിടക്കുമ്പോൾ പുറം ലോകം അറിയത്തില്ല. അപ്പോൾ എന്നെയായിരുന്നു കൂടുതൽ ടാർഗറ്റഡായിട്ട് നോക്കിയിരുന്നത്.
പിന്നെ കൂടുതൽ ഉപദ്രവിക്കാനും ഒക്കെ നോക്കിയിരുന്നത് തന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ്. ഡെഫിനറ്റ്ലി. പിന്നെ പുള്ളിയെ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, പക്ഷേങ്കിൽ എങ്ങനെയും ഡോക്ടർക്കാരനെ തളർത്താൻ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്ന കൂടുതൽ നല്ലതെന്നുള്ള ചിലപ്പം തോന്നലുണ്ടായി കാണും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗംഗാധരൻ ഡോക്ടർ നമ്മുടെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് ക്യാൻസറിൻ്റെ ഡോക്ടറാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ പ്രശ്നമാണ് എടുത്തിരിക്കുന്നത്, അതും സ്പെസിഫൈ ചെയ്തതും ഒരേ സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അതിപ്പോൾ പ്രൊഫഷണൽ ആയാലും ശരിയും അല്ലാതെ ഫാമിലി ബേസ്ഡ് ആയിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണ് മാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ? ഡോക്ടർ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഞാൻ ഒന്നിലും അങ്ങനെ ഡിസ്കറേജ് ചെയ്യാറില്ല. പിന്നെ ചിലപ്പോൾ കൂടുതൽ ഒക്കെ പോകുമ്പോൾ വീട്ടിലെ ചില മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ അതിന് പോകണോ എന്നൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാത്തതിലൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നത്, ഇപ്പം ഡോക്ടറല്ല, മറ്റേ നിങ്ങൾ ചോദിച്ചല്ലോ ചലഞ്ചസിൻ്റെ കാര്യം. അപ്പം ഞാനൊരു കോംപ്ലക്സ് സർജറി ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഡോക്ടർക്ക് എഗൻസ്റ്റായിട്ട് അവിടെ ഒരു കറുത്ത ബാഡ്ജ് കുത്തും അങ്ങനത്തെ രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ സർജറി കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിനെ കാത്തിരിക്കുകയാണ്. ഒരു 6 മണി 7 മണി ആയി കാണും. ഞാൻ വിചാരിക്കായിരുന്നു, മാഡം ഒന്നും വിചാരിക്കണ്ട, ഞാൻ വിചാരിക്കുന്നു മാഡം എങ്ങനെ ആ സർജറി എങ്ങനെ ചെയ്യും, അപ്പോൾ അതിലെന്തെങ്കിലും മാഡത്തിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം അത് ഏത് രീതിയിലാണെന്ന് ഞാൻ തന്നെ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ മാഡത്തിന് വേണ്ടിയിട്ടെന്ന് അവരെന്നോട് മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. എപ്പോഴും പുള്ളിയെ ഞാൻ പല പ്രാവശ്യം പിന്നീടും കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി ഒരാൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാം അത് വരാനുള്ള കാരണവും അതിൻ്റെ സിംറ്റംസും അതുപോലെ നമുക്കത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ ഷീ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ സ്ത്രീകളാണ്. അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് മാം ഒന്ന് പറഞ്ഞു തരും. ഇത് കാരണമെന്ന് ചോദിച്ചാൽ ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടായിട്ടേ ഇത് വരുള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ട് ഈ ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട്. ജനറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇത് പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റർ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടണമെന്നില്ല. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു 5 to 10% ഉള്ളൂ. കിട്ടും നമുക്ക് ഈ ക്യാൻസർ. ഒരു ജീൻ തന്നെ 2 പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതിലൊരു പാർട്ടാണ് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത്, മറ്റേ പാർട്ട് നമ്മുടെ ജീവിതകാലത്ത് ഡാമേജ് ആയെങ്കിൽ നമുക്ക് അസുഖം വരുള്ളൂ. മറ്റുള്ള ആളെക്കാട്ടിലും കൂടുതൽ അവർക്ക് ഡാമേജ് വരാനുള്ളതെന്ന് വെച്ചാൽ ഒരു ജീൻ ഡാമേജ് വന്നാൽ ഉടനെ ആവില്ല, മറ്റേത് 2 പാർട്ടും ഡാമേജ് വരണം അവർക്ക് അവരുടെ ഈ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ പിന്നെ സൊമാറ്റിക് ബാക്കിയെല്ലാം നമ്മൾ ആ ഭാഗത്ത് വരുന്ന സൊമാറ്റിക് മ്യൂട്ടേഷൻസ് പറയും. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പല റീസൺസ് കൊണ്ടുണ്ടാകുന്ന ജനറ്റിക് ചേഞ്ച്. അപ്പോൾ ജനറ്റിക് ചേഞ്ച് വന്നിട്ട് ഇതുണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ അത് നമുക്ക് പലതും ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയകള ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതൊരു വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പോൾ ആ വൈറസിനെ മാറ്റി അല്ലെങ്കിൽ വൈറസിനെ വാക്സിനേഷന് അല്ലെ നേരത്തെ കണ്ടുപിടിക്കാൻ വൈറസ് ഉണ്ടോ എന്നുള്ളത്, അതെല്ലാം കൊണ്ട് ഏറ്റവും നമുക്കിപ്പം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഗർഭാശയകള ക്യാൻസറാണ്, വാക്സിനേഷനൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പം കേരളത്തിലൊക്കെ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിനൊരു സിംഗിൾ റീസൺ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, മൾട്ടിപ്പിൾ റീസൺസ് ആണ്. ഇതിന് ആഡഡ് റീസൺസ് ഒത്തിരിയുണ്ട്. അതിൽ മേജർ കാരണങ്ങൾ ഒരു ഈസ്ട്രോജൻ, നമ്മുടെ സ്ത്രീ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ഉള്ളതാണ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഇപ്പം മെനാർക്കി തൊട്ട് മെനപ്പോസ് വരെ എന്ന് വെച്ചാൽ മെൻസസ് വരുന്ന അപ്പം തൊട്ട് നിൽക്കുന്ന ആർത്തവ വിരാമം വരെയുള്ള കാലത്ത് എത്ര മാത്രം ഇതിൽ ബ്രസ്റ്റിൽ ആക്ഷൻ ഉണ്ടോ അത്രയുമാണ് അതിൻ്റെ റിസ്ക് പറയുന്നത്. എത്ര ഇയർ ഈസ്ട്രോജൻ്റെ ആക്ഷൻ ഉണ്ടോ അത്രയുമാണ് റിസ്ക് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിപ്പം മെനാർക്കി ആദ്യം വരുന്നവർ വെച്ചാൽ ചെറുപ്പത്തിലെ മെൻസസ് വരുന്നവർ, അല്ലെങ്കിൽ ആർത്തവവിരാമം ഒത്തിരി ലേറ്റായിട്ട് വരുന്നവർ, ഫസ്റ്റ് പ്രഗ്നൻസി താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഈസ്ട്രോജൻ എന്തെങ്കിലും കൊണ്ട് കഴിക്കുന്നവർ പല രീതിയിൽ, അല്ലെങ്കിൽ ഇത്
IVF പോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ പോകുന്നവർ അവർക്കൊക്കെ എപ്പോഴും ഈസ്ട്രോജൻ പുറമേ നിന്ന് കിട്ടുന്നവരാണ് അതൊക്കെ എടുക്കുന്നവർ. മറ്റേതെല്ലാം നമുക്ക് ഈ എൻഡോജീനസ് നമുക്ക് ശരീരത്തിന് അകത്തുണ്ടാകുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാം അതിൽ. മോഡേൺ ലൈഫ് വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെ ഇത് വരികയും താമസിച്ചാർത്തവിരാമം വരികയും ഒക്കെ അങ്ങനെ പിന്നെ വളരെ താമസിച്ച് പഠിക്കാനൊക്കെ ആകുമ്പോൾ വളരെ താമസിച്ച് മാരേജ് ചെയ്യുക, വളരെ താമസിച്ച് കുട്ടികളുണ്ടാകുക, അല്ലെ കുട്ടികളെ ഉണ്ടാകാതിരിക്കുക, മുലയൂട്ടാതിരിക്കുക. മുലയൂട്ടുമ്പോൾ നമുക്ക് വേറൊരു ഹോർമോൺ ഈ ഈസ്ട്രജനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഈസ്ട്രജൻ്റെ പ്രവർത്തനം കുറയ്ക്കും. പക്ഷേ എന്നാൽ 5 കുട്ടികളുള്ളവരും 6 കുട്ടികളുള്ളവർക്കും ഒക്കെ വരുന്നുണ്ട്. അത് അപ്പോൾ അവർക്ക് വേറെ റീസൺസ് ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞ ഇന്ന ഒരു കാരണം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡയബറ്റീസ്, ഒബിസിറ്റി, ഇതൊക്കെ വളരെ അതിനെ സാധ്യത കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, വളരെ വലിയുള്ള ഒബിസിറ്റി ഒക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യും. നമുക്കൊരു ഡയറ്റ് മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അത്യാവശ്യമാണ്. ക്യാൻസർ എല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഒരു 70% നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഉണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും? ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പം നമ്മൾ സിംറ്റത്തിന് വെയിറ്റ് ചെയ്തിരിക്കരുത്, സ്ക്രീനിങ് ചെയ്യണം. വെച്ചാൽ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നേരത്തെ പിടിക്കാനുള്ള ടെസ്റ്റുകളാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ സിംറ്റം ഉണ്ടായിട്ട് പോകുന്നത്, ഇപ്പോൾ ഒരു മുഴ വന്നു, അത് നമ്മൾ കണ്ടു, അപ്പോൾ അങ്ങനെ പോകുന്നതിനെല്ലാം നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണത്. പിന്നെ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ അതിനും നമ്മൾ മാമോഗ്രാം ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കും. എന്നാൽ സ്ക്രീനിങ്ങിനും മാമോഗ്രാം ഉപയോഗിക്കും, ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനും. അപ്പോൾ സിംറ്റം ഒന്നും വരാതെ ആൾക്കാർ റെഗുലർ ഇൻ്റർവെല്ലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സിംറ്റം വെയിറ്റ് ചെയ്യരുത്. WHO അവരാണ് മെയിനായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മളിത് ചെയ്യാൻ പോകണം. ഇപ്പോൾ 45 to 55 വരെയാണ് ഇയർലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 55 കഴിഞ്ഞ് once in 2 years ആയാലും മതി. ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസ്ക്. ഇപ്പോൾ റിസ്ക് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഇതുപോലെ ഡയബറ്റിക് ആണോ, അല്ലെ ഒത്തിരി ഒബീസ് ആണോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ റിസ്ക് അനുസരിച്ച് യു ക്യാൻ മോഡിഫൈ ദി ഇൻ്റർവെൽ ടൈം. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ മാം, ഇപ്പോൾ ഏത് ഏജ് വരെയുള്ള സ്ത്രീകൾക്കാണ് ശരിക്കും ഇത് വരും? ചെറുപ്പമുള്ള പെൺകുട്ടികൾക്ക് വരുമോ, അതോ മാരീഡ് ആയവർക്കാണോ കൂടുതൽ ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ വരിക? ഇപ്പം ചെറുപ്പത്തിൽ കൂടുതൽ ഇപ്പം 30 വയസ്സിൽ താഴെ വരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അത് നേരത്തേലും കൂടി വരുന്നുണ്ട് യങ്സ്റ്റേഴ്സിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ഏജ് കൂടുന്തോറും ഇത് കൂടിയാവണം. ഏത് ക്യാൻസറും ഏജ് കൂടുന്തോറും, അൺലെസ് ചെറുപ്പത്തിലെ വരുന്നതല്ലാത്തതെല്ലാം ഏജ് കൂടുന്തോറും ക്യാൻസറിൻ്റെ ഇൻസിഡൻസും കൂടും. അത് മിക്കവാറും എല്ലാ ക്യാൻസറിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ്. വെച്ചാൽ മെയിലിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് റിസ്ക് ഫാക്ടർ വെച്ചാൽ മെയിലിനും ഇത് വരുമെന്നുള്ള നമ്മൾ വിചാരിക്കണമല്ലോ. മെയിൽ പുരുഷന്മാരിൽ ഇത് വരാം. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ള പുരുഷന്മാരിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുരുഷന്മാരിൽ വന്നു എന്ന് വെച്ചെങ്കിൽ അത് മിക്കവാറും ഒരു ഹെറിഡിറ്ററി തന്നെയാണ്, ഒരു ജനറ്റിക് ചേഞ്ച് കൊണ്ട് തന്നെയാണ് അത് വരുന്നതെന്നുള്ളത് എടുക്കണം. അപ്പോൾ ആ വീട്ടിലെ ഫീമെയിൽ മെമ്പേഴ്സ് സ്ക്രീനിങ്ങിന് പോകണം. അപ്പോൾ ഈ മെയിലിന് സ്ക്രീനിങ് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇൻസിഡൻസ് വളരെ കുറവാണ്, പിന്നെ അവർക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഈ സ്ക്രീനിങ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും ആ ഒരു അവയർനെസ് എപ്പോഴും പുരുഷന്മാർക്ക് ഉണ്ടാകണം, ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മാം പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾ എന്താണെങ്കിലും ഇപ്പോൾ സ്ക്രീനിങ് ചെയ്യണം എന്നാണോ? നമ്മൾ സിംറ്റംസ് സ്ക്രീനിങ് ചെയ്യണം, അതെല്ലാവരും ചെയ്യണം. എന്നാലേ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്യൂറബിൾ സ്റ്റേജിൽ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്രീനിങ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു ട്യൂമർ തന്നെ നമ്മളിപ്പോൾ ഈവൻ നമ്മൾ ഈ സ്ക്രീനിങ്ങിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അല്ലെ സെൽഫ് അവെയർനെസ് വരുമല്ലോ, പക്ഷേ ഡോക്ടറിൻ്റെ എക്സാമിനേഷനുണ്ട്. പക്ഷേ ഇത് 2 ആണെങ്കിൽ പോലും 1.5 സെൻറ്റിമീറ്ററൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്ക്രീനിങ് മാമോഗ്രാം തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. മാമോഗ്രാം, അൾട്രാസൗണ്ട്, പിന്നെ MR മാമോഗ്രാം ആണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ്. അത് ജസ്റ്റ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ചെറിയത് 0.5 സെൻറ്റിമീറ്ററിൽ തൊട്ടേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും മാമോഗ്രാം ആണെങ്കിൽ. പിന്നെ പ്രീ ക്യാൻസറസ് ലീഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീ ക്യാൻസർസ് ആണ് നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ക്യാൻസർ ആവാത്ത സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത്.
MRI കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റും, സാധാ മാമോഗ്രാം കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. MRI നമുക്ക് എല്ലാവർക്കും നിർദ്ദേശിക്കാൻ പറ്റാത്ത ഒരു കോസ്റ്റ്ലി ടെസ്റ്റാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഒന്നീ മാമോഗ്രാം നമ്മൾ നോക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി ഇതെല്ലാം നോക്കിയിട്ട് MR മാമോഗ്രാം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യിക്കുന്നത്. ജനറലായിട്ടുള്ള സ്ക്രീനിങ് പോപ്പുലേഷനിൽ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് റേഡിയോ മാമോഗ്രാം, സാധാരണയുള്ള മാമോഗ്രാം തന്നെയാണ്. പിന്നെ അൾട്രാസൗണ്ട് ആണെങ്കിലും അതേ നല്ല ഈക്വലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് അൾട്രാസൗണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ അൾട്രാസൗണ്ട് ആണല്ലോ ചെയ്യുന്നത്. 40 വയസ്സ് കഴിഞ്ഞാണ് മമ്മോഗ്രാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനും താഴെ നമ്മൾ അൾട്രാസൗണ്ടാണ്, പിന്നെ അല്ലെങ്കിൽ MR മാമോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻസ് ആണ്. ഇപ്പോൾ മാം നമുക്കറിയാം ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിട്ടുള്ള ഒരു അസുഖമാണ്. ഞാൻ ഈയിടെ രണ്ടുപേര് എന്നോട് ഇതിൻ്റെ പേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഈയിടെ തന്നെ ഞാൻ 2 ദിവസം മുമ്പ് അവിടെ ഇരിക്കുമ്പോഴേ ഒരാളിങ്ങനെ വന്നിങ്ങനെ ഞാൻ മാഡം തന്നെ ഉള്ളപ്പോൾ ഞാനും തന്നെ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇപ്പം കഴിഞ്ഞതാണ്. അപ്പം പുള്ളിക്ക് ഇതുപോലെ ഒരു കഴല വന്നാണ് ആദ്യം കണ്ടുപിടിച്ചത് കഷത്തിൽ. അപ്പോൾ ഇത് ഒരു തയ്യൽക്കട നടത്തുന്ന ആളാണ്. എനിക്ക് ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് ചെറുപ്പത്തിലേ മരിച്ചു. ഒരു മോളുള്ളത് ഒരാളുടെ കൂടത്തെ പിന്നെ തന്നെ സ്വന്തം ലവ് മാരേജിൽ അവർ ആന്ധ്രയിലെങ്ങാണ്ടാണ്, വല്ലപ്പോഴും വരും. അപ്പോൾ ഇവർ കുറച്ച് നാൾ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു 2-3 മെഷീനൊക്കെ ഇട്ട് വാടകയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് 3 തയ്യൽ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പം പുള്ളി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം 1-2 ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ വേറെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 2 തയ്യൽ മെഷീൻ വിറ്റു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഇപ്പം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പം പറയുകയാണ്, ഞാൻ അന്ന് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കഥകം അടച്ചു ഈ തയ്യൽക്കടയുടെ. ഞാൻ വിചാരിച്ച ആത്മഹത്യ ചെയ്യാമെന്ന്. അത് അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ കരയുന്നുണ്ട്, അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഷട്ടറൊക്കെ അങ്ങോട്ടിട്ടു. ഇതെല്ലാം കണ്ടുവച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഷട്ടർ ഇട്ടപ്പോൾ ഇത് എന്ത് ചെയ്താൽ താഴുന്നില്ല. പകുതി ഒരു 3/4 ഭാഗം വന്ന് ഈ ഷട്ടർ നിൽക്കുക, ഷട്ടർ താഴുന്നില്ല. പിന്നെ ഇവർ കുറേ നേരം കിടന്ന് ട്രൈ ചെയ്തു ഷട്ടർ താക്കാനായിട്ട്. പിന്നെ പെട്ടെന്നൊരു അപ്പോഴാണ് പിന്നെ ഒരു ഈ റിയാലിറ്റിയിലേക്ക് വന്നത്. അപ്പം അങ്ങനെ അല്ലായിരിക്കും, എൻ്റെ ഇതല്ലായിരിക്കും, ഇനി ഞാൻ മറ്റേ ട്രീറ്റ്മെൻറ്റിന് പോകാം. അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ മേളത്തെ കടയിലുള്ള ഒരാളിനോട് ഇത് പറഞ്ഞ് അവരാണ് പിന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വേറൊരാൾ വന്ന്, വേറൊരു ഇച്ചിരി പ്രായമായ സ്ത്രീയാണ്. അവരും തന്നെ മകനാണ് ഭയങ്കര, അവർക്ക് വേണ്ടി അങ്ങ് മരിക്കാൻ നടക്കുന്ന മോനാണെന്ന് അവർ പറയും. എന്നാലും മക്കളെ 70 yearsൊക്കെ ആയി. ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് ഉമ്മർപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഉമ്മർപ്പടിയിൽ ഇരുന്നിട്ട് അപ്പം ദൂരെ കിണർ കാണാം. കിണർ കാണാം. അപ്പം ഇങ്ങനെ കിണറിൽ നോക്കുന്നുണ്ട്, ആൾ വിചാരിക്കുന്നുണ്ട്, കിണറിൽ നോക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ ജീവിക്കുന്ന പിള്ളേർക്കെല്ലാം സ്വൈര്യക്കേടാണ്, എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കണം, എന്നാൽ ഞാൻ ഇത്രയൊക്കെ ജീവിച്ച് അവരെല്ലാം ഒരു നിലയിൽ ഞാനങ്ങ് മരിച്ചേക്കാം. എന്നിട്ട് ആൾ പതുക്കെ നടന്ന് അവിടെ വരെ ചെന്നു. ഇങ്ങനെ എന്നുവെച്ചാൽ ശരിക്കുള്ള ബോധത്തിലാണ് ഇങ്ങനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് അതിൻ്റെ അവിടെ പോയി നിന്നു. എനിക്ക് പെട്ടെന്ന് ഒരു കാറ് മുറ്റത്തേക്ക് വന്ന് ഡോറടഞ്ഞു വന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് അവർക്കൊരു ഇത് വരുന്നത്, ഞാൻ ഇത്ര എന്തിനാലോചിച്ച എൻ്റെ മോനാണെങ്കിൽ എന്തൊരു നാണക്കേടായിരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ നോക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയുമല്ലോ ഞാൻ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മോനെ അല്ലേ കുറ്റം പറയുന്നത്. അപ്പോൾ പിന്നെ വേഗം ആൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ. അങ്ങനെയാണ്. ഇത് തന്നെ ഞാൻ പലരുടെയും നമ്മൾ കേൾക്കാനിരുന്ന ഇത് തന്നെ ആയിരിക്കും പലരും ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ അത്രയ്ക്കുള്ള ഇപ്പം ക്യാൻസർ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കൊരു ടെൻഷൻ, അവർക്ക് പല കാര്യങ്ങളാണല്ലോ അപ്പോൾ മനസ്സിൽ കൂടെ പോകുന്നത്. ഇത് ക്യൂറബിളായിട്ടുള്ളവരെന്താണ് എന്നുള്ളത് അപ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോകത്തില്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, അല്ലേ ഇതെങ്ങനെ ഉണ്ടാക്കും, ഇതിൻ്റെ ആരുടെ കൂടെ പോകും, അവിടെ എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യും, എവിടെ അപ്രോച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അല്ല, ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് റിസൾട്ടൊക്കെ വന്ന് ചിലപ്പോൾ അവർക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ മാമിൻ്റെ അടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ എല്ലാവർക്കും തന്നെ റിസൾട്ട് അല്ലാതെ ഇപ്പോൾ ഒരു മുഴയായിട്ട് വരുന്നവരോടൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ഇച്ചിരി ഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയേ പറയാറുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പലരും ബ്രേക്ക് ഡൗൺ ആകാറുണ്ട്. അതുകൊണ്ട് ചിലരെ നമ്മൾ നോക്കില്ല എങ്ങനെയാണ് അവരുടെ പ്രൊഫൈൽ, എങ്ങനെയാണ് അവരിത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു രീതിയിലൊക്കെ പറയും. അല്ലെങ്കിൽ ഇച്ചിരി സെൽസിന് ഇത്തിരി വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ ചിലപ്പോൾ നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇന്നതാണ് എന്നങ്ങ് പെട്ടെന്ന് പറഞ്ഞാൽ പറയാറില്ല. അങ്ങനത്തെ ഒരു
ചിലപ്പോൾ നമുക്കത് ആ ഒരു രീതി പറയാനുള്ള ഇപ്പം ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആദ്യം ഇത് പറയുക. ചിലർക്കൊക്കെ പക്ഷേ ഇപ്പം ഇത് വന്നാൽ തന്നെ അവർക്കൊരു വിചാരമുണ്ട്, ഇപ്പോഴത്തേക്ക് കണ്ടീഷനിൽ ഇതാവാം എന്നൊരു വിചാരമുണ്ട്. ചിലരൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ മാം എങ്ങനെ അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തവരൊക്കെ എങ്ങനെ മാം ഹാൻഡിൽ ചെയ്യുക? ഒത്തിരി പേര് അങ്ങനെ തൊളയിലൊക്കെ വീണ് കഴിയുന്നവർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുണ്ടായിട്ടുണ്ട്, ഉണ്ട് താനും അങ്ങനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ഒരു 5% ആൾക്കാരുണ്ട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ. അതുപോലെ തന്നെ 5% അവരുടെ ബൈസ്റ്റാൻഡേഴ്സും, പ്രത്യേകിച്ച് അവരുടെ മെയിൽ ബൈസ്റ്റാൻഡേഴ്സിനാണ് ഒട്ടും ചിലപ്പം ഇവരെക്കാട്ടിലും ചിലരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, മറ്റവരാണ് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ മാം, ശരിക്കും നമ്മുടെ ഈ ക്യാൻസർ ക്യൂറബിൾ ആണോ അതോ? ക്യൂറബിൾ ആണ്, ഏർലി ആയിട്ട് കണ്ടുപിടിക്കണം. അതല്ലേ പറഞ്ഞ് ഞാൻ സിംറ്റം വരാൻ വെയിറ്റ് ചെയ്യാതെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് പല പല പ്രയോജനങ്ങളാണിപ്പം. എന്നുവെച്ചാൽ ഒന്നാമതേ നമുക്ക് ബ്രസ്റ്റ് എടുത്ത് മാറ്റേണ്ടി വരത്തില്ല. പിന്നെ നമുക്കിപ്പം പുതിയ നൂതനമായിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. സെൻറ്റിനൽ നോഡെന്നൊക്കെ പറഞ്ഞ്, നേരത്തെയാണ് പണ്ടൊക്കെ കക്ഷത്തിലെ മുഴുവൻ കഴലുകൾ നമുക്ക് നീക്കം ചെയ്യണമായിരുന്നു. ഇപ്പം നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ ബ്രസ്റ്റിന് കൊടുത്തിട്ട് ഏത് കഴലയിലേക്കാണ് പോകുന്നതെന്ന് നോക്കുക ആ മരുന്ന്. അപ്പോൾ ആ കഴല മാത്രം എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ടെസ്റ്റിന് വിടും, ഫ്രോസൺ സെക്ഷന് വിടും. അപ്പോൾ അതിൽ ക്യാൻസർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കക്ഷത്തിലെ കഴലകൾ മുഴുവൻ എടുക്കേണ്ട കാര്യമില്ല. അത് തന്നെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് അവർക്ക്. കൈയൊന്നും ഒരു പ്രശ്നമില്ല. ഈവൻ ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ്. അവരോട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും എക്സസൈസിൻ്റെ കാര്യം, കൈ സൂക്ഷിക്കുന്ന കാര്യം, ഇതെല്ലാം പറയുന്നത് നമുക്കും ഭയങ്കര ഒരു സ്ട്രെയിനാണ്. അവർ എല്ലാവരും പോയിട്ട് അങ്ങ് റെസ്റ്റ് എടുക്കും. അപ്പം തന്നെ കൈ അനക്കാൻ മേലാതാവും. അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും ആൾക്കാർ നോർമലായിട്ട് കൈ യൂസ് ചെയ്യണം പിറ്റേ ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് അവർക്ക് മനസ്സിലാവും. പക്ഷേ മറ്റുള്ള വീട്ടിലുള്ളവരും അതിലൊക്കെ ഇത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൈ ഒരു കുഴപ്പത്തിലാക്കും, ഒട്ടും മൂവ്മെൻ്റ് ഇല്ലാതാക്കും. അങ്ങനെയാണ് കൂടുതൽ ഈ കയ്യിൽ നീരൊക്കെ വരുന്നത്. ഇപ്പം പിന്നെ ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏർലിയായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഒരു 30%, 25%, 20 to 30% ആൾക്കാർ ഇങ്ങനെ ഏർലിയായിട്ട് ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് മാമോഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രീനിങ് ഒക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നതോടെ അതിനൊക്കെ പോയിട്ട് വളരെ ഏർലിയായിട്ട് കണ്ടുപിടിക്കുന്നതുണ്ട്, അല്ലെ പ്രീ ക്യാൻസർ സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുന്നതുണ്ട്. വേദന ഇല്ലാത്ത മുഴകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം. ചിലർ വിചാരിക്കും വേദന വരുമ്പോഴാണ് ആൾക്കാർ ഓടി ഓടി പോകുന്നത്. വേദനയില്ല, അത് ആ വേദന ഇല്ലാത്തതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതലായിട്ടേ വരുള്ളൂ. വേദന ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേദന ഇല്ലാത്ത മുഴകളാണ്. പിന്നെ നിപ്പിൾ ഡിസ്ചാർജ് വരുന്നത് ബ്ലഡി ആയിട്ട്, അല്ല നിപ്പിളിൻ്റെ ഇച്ചിങ്, ചൊറിച്ചിൽ, ഈ പരള പോലത്തെ ഒരു ചൊറിച്ചിൽ വരും. അപ്പോൾ എല്ലാവരും കുറേ പേര് വിചാരിക്കും ഇത് സ്കിൻ ഡിസീസാണെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിംറ്റംസൊക്കെ അതൊക്കെ.